ഹായ് മക്കളെ, നീറ്റ് 2025 ഒരു കെമിസ്ട്രി ക്വസ്റ്റ്യൻ നോക്കിയാലോടാ. എമംഗ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നോക്കിയേ. ചൂസ് ദ വൺസ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ആറ്റംസ്. 212 ഗ്രാം സോഡിയം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ അത് എത്ര മോളാ? 212 ഗ്രാം സോഡിയം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ 212 ബൈ മോളാർ മാസ് 106 ആണ്. എന്ന് പറഞ്ഞാൽ 2 മോളാണ് സോഡിയം കാർബണേറ്റിന്റെ എണ്ണം. 212 ബൈ 106 എന്ന് പറഞ്ഞാൽ 2 മോളാണ്. ഡിവൈഡഡ് ബൈ, ഇനി ശ്രദ്ധിക്കണം, ഒരു സോഡിയം കാർബണേറ്റിൽ 2 സോഡിയവും 1 കാർബണും 3 ഓക്സിജനും ഉണ്ട്. എന്ന് പറഞ്ഞാൽ 6 ആറ്റങ്ങൾ ഉണ്ട്. 3 1 4 2 6. അപ്പോ 2 മോള് സോഡിയം കാർബണേറ്റിലുള്ള ആറ്റത്തിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 6 × 2 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 12 മോൾ ആറ്റംസ് ഉണ്ട്. ആറ്റങ്ങളുടെ എണ്ണം 12 മോള്, സോഡിയം കാർബണേറ്റിന്റെ എണ്ണം 2 മോള്. രണ്ടാമത്തെ നോക്കൂ. 248 ഗ്രാം സോഡിയം ഓക്സൈഡ്. 248 ഗ്രാം സോഡിയം ഓക്സൈഡ്. സോഡിയം ഓക്സൈഡിന്റെ മൊളാർ മാസ് 62. അപ്പൊ 242 48 ഡിവൈഡഡ് ബൈ 62 ഗിവൺ മാസ് ബൈ മൊളാർ മാസ് എത്രയാ? നമ്പർ ഓഫ് മോൾസ് ഓഫ് Na2O കിട്ടുക 248 ബൈ 62 എന്ന് പറഞ്ഞാൽ അത് 4 മോൾ ആയിരിക്കും അല്ലെ? 4 മോള്. 240 ബൈ 60 4 മോൾ. ഒരു സോഡിയം ഓക്സൈഡിൽ 2 സോഡിയം 1 ഓക്സിജൻ 3 ആറ്റംസ് ഉണ്ട്. അപ്പൊ ആറ്റത്തിന്റെ എണ്ണം 4 × 3 12 മോളാണ്. അപ്പൊ ഓപ്ഷൻ 2ലും 12 മോൾ. അടുത്ത ഓപ്ഷൻ സിയില് 240 ഗ്രാം NaOH. 240 ഗ്രാം NaOH എന്ന് പറഞ്ഞാൽ 240 ബൈ മോളാർ മാസ് 40. അപ്പൊ 6 മോള് കിട്ടി. NaOHൽ ഒരു Na, ഒരു ഓക്സിജൻ, ഒരു ഹൈഡ്രജൻ. അപ്പൊ ആറ്റത്തിന്റെ എണ്ണം NaOHന്റെ എണ്ണം 6 മോള് വന്നു. ആറ്റത്തിന്റെ എണ്ണം 6 × 3 വരും. അപ്പൊ 18 മോള് വന്നു. 18. 12 ഗ്രാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് 2 ആണ്. സോ 12 ബൈ 2 6 മോളാണ് ഹൈഡ്രജൻ മോളിക്യൂളിന്റെ എണ്ണം. ആറ്റത്തിന്റെ എണ്ണം, ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ 2 ആറ്റം ആണ്. സോ 12 മോൾ എന്ന് തോന്നുന്നു. 12 മോൾ. 220 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ 220 ബൈ 44 5 മോളാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ എണ്ണം. അതിലുള്ള ആറ്റത്തിന്റെ എണ്ണം, ഓരോ കാർബൺ ഡൈ ഓക്സൈഡിലും 3 വീത ആറ്റംസ് ഉണ്ട്. സോ 5 × 3 5 × 3 എന്ന് പറഞ്ഞാൽ 15 മോള് വന്നു. അപ്പോ ആറ്റത്തിന്റെ എണ്ണം സെയിം ആയിട്ട് വരുന്നത് എയും ബിയും ഡിയും ആണ്. ABD ഓപ്ഷൻ 2. ഓക്കെ.